ഗൈസ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് വന്നു. അപ്പം നമ്മൾ അടുത്തവരുടെ നമുക്ക് മുടിയൊക്കെ വരാറുണ്ട്. അപ്പം ഞാൻ മുടിയൊക്കെ വാരിയിട്ട് തരാം. ഓക്കെ, മുടി വരലൊക്കെ കഴിഞ്ഞു. മുടിയൊക്കെ വരലൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടോ. പിന്നെ നമ്മൾ കിച്ചണിക്കാണ് പോയത്. അപ്പോൾ കിച്ചണിൽ പോയപ്പോൾ അമ്മച്ചി ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. ചായയൊക്കെ ചൂടാറിയിട്ട് അത്യാവശ്യം ചായയും പിന്നെ അതൊക്കെ പഴംപൊരി ഉണ്ടായിരുന്നു. അപ്പം നമുക്കതൊക്കെ വേഗം കഴിക്കാം. ഗൈസ്, അപ്പോൾ നമ്മളുടെ ചായ ഒക്കെ ഞാൻ കുടിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇയാളെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ലില്ലി ലില്ലി അപ്പോൾ ഇനി നമുക്കൊന്ന് പുറത്തേക്കൊക്കെ പോയി വെക്കാം. അപ്പോൾ അതാ നമ്മൾ പുറത്ത് വന്നു. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഇനി പുറത്ത് കയറാൻ വാ. കമാ ഞങ്ങൾക്കൊരു ഫ്രൂട്ട് കാണിച്ച ഫ്രൂട്ട് തന്നെയാണോ അറിയില്ല, എന്തോ ഇതിൻ്റെ പേരെന്താണ്, കിളിനാവല അങ്ങനെ എന്തോ കേട്ടോ. ഇത് ഷുഗർ കുറയുന്നതായിട്ട് പറഞ്ഞിട്ട് ഇതിൻ്റെ അയൽവാസിക്ക് ഒരു താത്ത അമ്മക്ക് കൊടുത്തതായിരുന്നു. ഇതിൻ്റെ ഒരു തൈ അങ്ങനെ വെച്ചതാണ് കേട്ടത്. ഇത് ഏകദേശം ഒരു ഞാവൽ ചുവ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എൻ്റെ കസിൻ ഇതിങ്ങനെ ഉപ്പൊക്കെ ഇട്ട് തിന്നിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കഴിച്ചു നോക്കിയിരുന്നു. പക്ഷെ അത്ര ഞാവലിൻ്റെ ചുവയല്ല, പക്ഷെ എവിടേക്കോ ഉണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മളിതാ പുറത്തൊക്കെ ഇറങ്ങിയത് ഉള്ളിൽ കയറിയിട്ടാണ്. ഉള്ളിലേക്കല്ല, കൊലായിലാണിപ്പോൾ. അപ്പം ഇനി നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. നമുക്ക് എൻ്റെ കൊട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ട്. കാരണം ആ കാലം കൊലായിട്ടാണ് എൻ്റെ കൊട്ട എടുക്കണേ, ഡ്രസ്സൊക്കെ വെക്കണേ. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പോകുമ്പോൾ ഡ്രസ്സ് നേരെ എടുക്കും. അതുപോലെ ആയിക്കാണ് കുത്തി അടച്ച് വെക്കലാണ്. പക്ഷെ ഉമ്മ എല്ലാം മടക്കിയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പം അതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കാണ്ട് നമുക്ക് അതൊക്കെ ചെയ്യാം. കാരണം നോട്ട്സ് ചെയ്താണ്ട് കുറച്ച്, അപ്പോൾ അതുകൊണ്ട് ഇനി അതൊന്നും ചെയ്യലുണ്ട് അവിടെ. ഓക്കെ, കയറി നമുക്ക് കേട്ടോ. നമ്മളെ ആളിത് അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞാൻ നമ്മൾ പൂച്ചക്കുട്ടി ലില്ലിനെ കണ്ടു. ലില്ലി എന്നാട്ടോ പേര്. അപ്പോൾ അതിനങ്ങനെ കളിപ്പിച്ചൊക്കെ ഇരുന്നു. ലില്ലി ബാ. ഇയാളെ കളിപ്പിച്ച് വന്നിരുന്നു. ഓക്കെ, നമുക്കിനി നമ്മുടെ ഡ്രസ്സൊക്കെ എന്ത് ചെയ്യുക, മടക്കിയൊക്കെ വെച്ച് കൊട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ പുറത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വേഗം ഒന്ന് മടക്കിയൊക്കെ വെക്കട്ടെ. പിന്നെ നമുക്ക് ആ ക്ലീൻ ആക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ.
നമ്മുടെ കൊട്ട ക്ലീനാക്കൽ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അത്ര വൃത്തിയൊന്നുമില്ല മടക്കിയത്. നമ്മളെ കൊട്ട ക്ലീനാക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അലമാറയിൽ എൻ്റെ കള്ളി ക്ലീനാക്കാണ്ട്. കാരണം ഈ കൊട്ടയിലുണ്ടാവും, എൻ്റെ വീട്ടിലുണ്ടാവും കുറച്ച് ഡ്രസ്സും പിന്നെ എൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ കൊട്ടയിലാക്കുക. പക്ഷേ ചില പുറത്തിടുന്ന ഡ്രസ്സും അതിലുണ്ടാവും. അപ്പോൾ എൻ്റെ പുറത്തിടുന്ന ഡ്രസ്സൊക്കെ കൂടുതലും അലമാറയിലേക്കാരും അതും ആകെ അലങ്കോലമായിട്ടൊക്കെ എടുക്കണേ. കാണിച്ചു തരാം ഗൈസ്. ഇതാണ് എൻ്റെ അലമാറയിലത്തെ കല്ലിൻ്റെ ഒരു അവസ്ഥ. ഞാൻ തന്നെയാണ് ഉമ്മച്ചൊക്കെ നല്ല വൃത്തിയിൽ മടക്കിയേക്കും. ഞാൻ പിന്നെ എവിടേക്കും പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഡ്രസ്സാവും കാണാത്തത്, അതിനോട് ഓരോന്ന് വലിക്കണതിൻ്റെ ഇടയിൽ എല്ലാം വലിച്ചാൽ അതുപോലെ അതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റും. അപ്പം അത് നമുക്കൊന്ന് വേഗം ക്ലീനാക്കാം. ഓക്കെ നമുക്കിനി അത് ഓരോന്നോരോന്നായിട്ടൊന്ന് മടക്കി വൃത്തിയാക്കി വയ്ക്കണം. അപ്പം ഞാൻ അതിൻ്റെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് മടക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അലമാര വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊരു 9 മണിയൊക്കെ ആവും. അപ്പോൾ ഇപ്പോൾ അതാ 8:50 കഴിക്കണം. ഞാൻ കുറച്ച് നേരം പോയി TV ഒക്കെ കാണാം. കമോൺ, അപ്പോൾ നമുക്ക് പോയി TV ഒക്കെ കുറച്ച് നേരം കാണാം. അപ്പോൾ നമ്മൾ അലമാര ക്ലീനാക്കലും പിന്നെ അതുപോലെ കൊട്ട ക്ലീനാക്കലും ഒക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ കുറച്ച് നേരം ഫിലിമൊക്കെ കാണാം. ഫിലിംസ് ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഫ്ലവേഴ്സിലൊരു ഇംഗ്ലീഷ് മൂവിയാണ് മലയാളത്തേക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതാ മൂവി എന്നൊക്കെ എനിക്കറിയില്ല. അതിൽ പരസ്യമാവുമല്ലോ, പരസ്യമായി കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങുമ്പോൾ ചിലപ്പോൾ പേര് കാണിക്കുക, കാരണം അപ്പോഴേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് മൂവീസ് അങ്ങനെ കാണില്ല. ഇടയ്ക്ക് ഈ ഡ്രാമാസൊക്കെ ചിലതൊക്കെ കാണും, അല്ലാതെ അങ്ങനെ ഞാൻ കാണില്ല. കൂടുതലും മലയാളം മൂവീസും പിന്നെ തമിഴൊക്കെ കാണും, അല്ലാതെ ഇംഗ്ലീഷും മൂവീസൊന്നും ഞാൻ കാണലില്ല. പിന്നെ ഇടയ്ക്ക് ഫ്ലവേഴ്സിൽ വരലുണ്ട്, അപ്പം ചിലതൊക്കെ കാണും, ചിലത് ഞാൻ കാണലുമില്ല. ഞാനതാ ഇപ്പോൾ ഒരു 9:06 ഞാൻ പോയി മുറ്റൊക്കെ അടിച്ചൊരു വന്നിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ മുറ്റടിച്ച് വരാൻ നമുക്ക് മടിയാവും. അപ്പോൾ നമുക്ക് മുറ്റൊക്കെ അടിച്ച് വരിയിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം. അപ്പം ഇനി TV കണ്ടിരുന്നാൽ ശരിയാവില്ല. പിന്നെ കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിലാവും, പിന്നെ മുറ്റടിച്ച് വരാനൊന്നും പറ്റില്ല. വേഗം പോയിട്ട് മുറ്റം അടിച്ച് വരിയിട്ട് വരാം. ഞാൻ ഇതാ ഇപ്പം കിച്ചണിലാണ്. അപ്പം കിച്ചണിൽ ഇനി ഇവിടേക്ക് പുറത്ത് കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്താണ് ചൂലുണ്ടാവുക. അപ്പോൾ പുറത്ത് ഇവിടെ നിന്ന് ചൂലെടുത്തിട്ട് അങ്ങനെ പോകേണ്ടി വരും. അപ്പോൾ അത് നല്ല കിളിൻ്റെ ശബ്ദമൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി മുറ്റടിച്ച് വരിയിട്ട് തരാം. ഞാൻ ഇപ്പം ഉള്ളത് അടുക്കള ഭാഗത്തെ നമ്മൾ പുറത്താണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെയാണ് ചൂലൊക്കെ വെക്കൽ. ഓക്കെ കേട്ടോ, ഇവിടെയാണ് ചൂലൊക്കെ വെക്കുക. എന്താ ഈ ഒരു പുറത്താണ് ഞങ്ങൾ ചൂല് വെക്കൽ. അപ്പോൾ ഇവിടെ നിന്ന് ചൂലെടുത്തിട്ട് നേരെ പുറത്തേക്ക് പോകേണ്ടി വരും. പുറത്തേക്കല്ല, കൊലായി ഭാഗത്തേക്ക് പോകേണ്ടി വരും. ഓക്കെ, അപ്പം ഞാൻ ഇനി മുറ്റൊക്കെ അടിച്ചൊരു വീട്ട് വരാം. നല്ല കിളിൻ്റെ ശബ്ദമുണ്ട്. ഓക്കെ, ഞാൻ പോയി മുറ്റൊക്കെ അടിച്ചൊരു വീട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അടിച്ചതെല്ലാം കഴിഞ്ഞ് വന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിനതാ പുട്ടും പിന്നെ അതാ ചെറുപയർ കറിയാണ്. ഓക്കെ, ഇതല്ല ഉണ്ട്. ഓക്കെ, ഓക്കെ, അപ്പം നമുക്ക് എൻ്റെ കസിന് വന്നിട്ട് ഞാൻ കാണിച്ചത്. അപ്പോൾ ഓള് മദ്രസ ഇട്ടിട്ട് നേരെ അവൾ വീഡിയോയ്ക്ക് ക്യാമറയിട്ട് പോയപ്പോൾ വേഗം നീറ്റ് പോയിട്ടോ. അവൾ മദ്രസൊക്കെ വിട്ടിട്ട് നേരെ രണ്ട് പൂച്ചനൊക്കെ കളിപ്പിക്കാനൊക്കെ ആയിട്ട് അവൾ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ചായ കുടിക്കാൻ പോവാണ്. ഓക്കെ, നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിന് എന്താട്ടോ പുട്ടും ചെറുപയറാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ്. അപ്പം നബ പോയി ഗൈസ്, നബ പോയി. അങ്ങനെ നമ്മൾ റൂമിൽ ഞാൻ ബുക്കൊക്കെ എടുത്തേക്കുന്ന ഒരു ടേബിൾ ഉണ്ട്, ഞാൻ അവിടെ ഇരുന്ന് പഠിക്കൽ. അപ്പോൾ അതിൻ്റെ അടിയിലൊരു
കള്ളി ഉണ്ടാവും ഇങ്ങനെ തുറക്കാനും കിട്ടാനും പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ബുക്കൊക്കെ വെക്കൽ അതും ആകെ അലങ്കോലമായി കിടക്കണേ. നമുക്കത് വൃത്തിയാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ബുക്കൊക്കെ വെക്കണമെന്ന് പറഞ്ഞില്ലേ, ഒരു ടേബിളാണ്. അതിൻ്റെ അടിയിൽ ഇതുപോലെ ലൈക്ക് അങ്ങനെ തുറക്കാനൊക്കെ പറ്റിയൊരു കള്ളിയുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ബുക്കൊക്കെ തന്നെ വെക്കൽ. മേലെ കുറച്ച് സ്പ്രേയും കാര്യങ്ങളൊക്കെയാണ്. അടിയിലാണ് എൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ വെച്ച് ബുക്കും ഉണ്ട്, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് എൻ്റെ. അപ്പോൾ അതൊക്കെ നമുക്കൊന്നും അടുക്കി നല്ല വൃത്തിയിലാക്കി വെക്കണം. ഓക്കെ, ആകെ അലങ്കോലമായി കിടക്കണം. അതിൻ്റെ ഉള്ളിൽ എൻ്റെ പേപ്പറുണ്ട്, കച്ചറ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അത് ക്ലീനാക്കി എടുക്കാം. നമുക്കിനി ഓരോരോ ബുക്കൊക്കെ എടുത്ത് അങ്ങനെ പുറത്ത് വെച്ചാൽ ഒന്ന് അടക്കി ഒതുക്കി വെക്കാൻ അതിൻ്റെ ഉള്ളിലുള്ളൂ. അല്ലാതെ നമുക്ക് അലമാരയും കൊട്ടിയും പോലെ ഡ്രസ്സ് മടക്കി വെക്കാനൊന്നുമില്ലല്ലോ. ബുക്ക് ഇങ്ങനെ അടുക്കി നല്ല വൃത്തിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ക്ലീനാക്കി വേഗം എടുക്കാം. ഓക്കെ, നമ്മളിങ്ങനെ ഓരോന്ന് ബുക്കൊക്കെ പുറത്തൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഒരു പേഴ്സൊക്കെ ഉണ്ട്, ഒന്നും കാര്യമാക്കണ്ട. ഓക്കെ, ബുക്ക്, പിന്നെ കുറേ എൻ്റെ എക്സാം പേപ്പേഴ്സ്, അതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ നോട്ട്സ് ഉണ്ട്, പിന്നെ അതുപോലെ നമ്മൾ സെക്കൻഡ് ടേമും തേർഡ് ടേമൊക്കെ പുതിയ കിട്ടിയ ബുക്കുകളുണ്ടല്ലോ, അതും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ അതുപോലെ എൻ്റെ ടൈം ടേബിളിൽ അന്നില്ലാത്ത ഫസ്റ്റ് ടൈമിൻ്റെ കഴിഞ്ഞ ടെക്സ്റ്റൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ഇതും ഒക്കെ അതിലുണ്ട്. ഓക്കെ, ഇതെൻ്റെ ബാഗാണ് അപ്പുറത്തുള്ളത്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് വേഗം ക്ലീനാക്കി എടുക്കണം. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ബുക്കും സാധനങ്ങളൊക്കെ ഉണ്ട്, പുറത്തൊക്കെ എടുത്ത് വെച്ചു. അപ്പം അത് ആകെ കാലിയായി കിടക്കുകയാണ്. ഇതൊക്കെ അടുക്കി ഒതുക്കി അതിൻ്റെ അടുത്ത പൊടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് തുടച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. അങ്ങനെ നമ്മളുടെ ആ ക്ലീനാക്കൽ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. പിന്നെ അവിടെ ആ പേപ്പറൊക്കെ എടുക്കണം, എൻ്റെ എക്സാം പേപ്പറും കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ പിന്നെ ബുക്കൊക്കെ അടക്കി, പിന്നെ എൻ്റെ എക്സാം ബോർഡ് കാര്യങ്ങളൊക്കെ അതിൻ്റെ മേലെ വെച്ച്, പിന്നെ അതിൻ്റെ മേലെ ഈ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ചാട്ടോ. ഓക്കെ, നമ്മളുടെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് ഇയാൾ ഇത്രയും നേരം കിടന്നു ഉറങ്ങിയിരുന്നു. ഇപ്പോൾ തന്നെ നീറ്റിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം ഇരുന്നിട്ട് ഇനി നമുക്ക് പോയി കുളിക്കണം. കുളിച്ച് വന്നിട്ടാണ് നമുക്കിനി നോട്ടൊക്കെ എഴുതാനും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫിലിമൊക്കെ കണ്ട് കുറച്ച് ഇരുന്നിട്ട് പിന്നെ പോയി കുളിക്കാം. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്കിനി തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കാൻ പോവാം. അപ്പം ഇതിൻ്റെ എണ്ണ ഒഴിക്കണം ഒരു കുപ്പിയാണ്. ഇതിൽ നമുക്ക് ലിറ്ററിൻ്റെ രീതിക്ക് എണ്ണ ഒഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും നന്നായിട്ട് എണ്ണ അങ്ങനെ തേക്കാൻ പറ്റും, എല്ലാ സ്ഥലത്തേക്കും. അപ്പം പക്ഷെ കൈ കൊണ്ടാവും നമുക്ക് തലയിൽ എല്ലാ സ്ഥലത്തേക്കും ആക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു അടിപൊളി സംഭവമാണ്. ഇത് നമുക്ക് മീഷോയിലൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ എണ്ണയൊക്കെ തേച്ചിട്ട് വരാം. നമുക്ക് ഇനി എണ്ണ തേക്കാം. നല്ല കിളിൻ്റെ ശബ്ദമാണ്. ഞാൻ ഇപ്പോൾ പുറത്താണ് ഇരിക്കണത്, അപ്പോൾ അത് കാരണം നല്ല കിളിൻ്റെ ശബ്ദം ഉണ്ടാവും. അപ്പോൾ നമുക്കിനി എണ്ണ തേക്കാം. ഇതിങ്ങനെ ഇതാക്കിയിട്ട് ഇതുപോലെ അങ്ങനെ വലിച്ചെടുത്താൽ മതി. മുടിയത്തെ ചിക്കൊക്കെ കളഞ്ഞിട്ടിരിക്കണം, കാരണം അല്ലെങ്കിൽ ഇതിങ്ങനെ ലോട്ട് കാണുന്നില്ല. ഓക്കെ, ഞാൻ എല്ലാ അടുത്തും ഇതുപോലെ ഒന്ന് എണ്ണ തേച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്കിത് എല്ലായിടത്തേക്കും ഇതുപോലെ ഇങ്ങനെ ആക്കിയാൽ എണ്ണയൊക്കെ തേക്കാം. ഞാൻ എണ്ണയൊക്കെ മൊത്തമായിട്ട് തേച്ചിട്ട് വരാം കേട്ടോ. നമ്മളത് തലയിലെല്ലാം സ്ഥലത്ത് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചു. അപ്പം ഇനി ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം. അപ്പോൾ അതാ ഗൈസ്, ഇതെൻ്റെ ഷവർ ജെല്ലും ഷാമ്പൂ ആണ്. ഓക്കെ, നമുക്ക് പോയി കുളിച്ചിട്ട് വരാം. ഓക്കെ, ഹായ് ഗൈസ്. അപ്പോൾ നമ്മളിതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പം നീ കുളി കഴിഞ്ഞിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ കാണിച്ചു തരാം. സ്കിൻ കെയർ എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ ഇടും, പിന്നെ ലിപ് ബാം ഇടും, അതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. പ്രത്യേകിച്ച് വലിയ സ്കിൻ കെയർ ഒന്നുമില്ല,
പിന്നെ ലിപ് ബാം ഇത് നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയൊരു ലിപ് ബാം കേട്ടോ, ബീട്രൂട്ട് കൊണ്ട്. ഇത് ഉണ്ടാക്കുന്ന ഐഡിയ ആണെങ്കിൽ ഞാൻ ഇടാം, അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിലൊക്കെ കിട്ടും. ലിപ് ബാം ഇട്ടു. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഡവിൻ്റെ ബോഡി സ്പ്രേ കേട്ടോ. ഞാനിതൊക്കെ അയച്ച് നന്നായിട്ട് മുടി തലക്കെ തോർത്തിയിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ മുടി ചിക്കറക്കണ ചെറുപ്പ്. ഇത് കെട്ടാൻ ഞാൻ ഉപയോഗിക്കലില്ല, കാരണം എന്തൊക്കെ ഇതിന് നല്ല വലിയ ഏട്ട ഇങ്ങനെ നോക്കി ഇതുണ്ട്, ഇങ്ങനെ കുറച്ച് വലുതാണ്. അപ്പോൾ അതുകൊണ്ടാണ് വാരി അത്ര പെട്ടെന്ന് അതുപോലെ മുടി വരാൻ പറ്റില്ല. ഞാൻ മുടി വാരാൻ ഇതാണ് എടുക്കൽ. ഓക്കെ, അപ്പോൾ ഞാൻ പോയി വേഗം ചിക്ക കറുത്തിട്ടിഞ്ഞ് വരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പിരിച്ചിട്ട് കെട്ടാം. ഇവിടെ നമുക്കിത് ഈ ഒരു ചെറിയ ക്രാബ് കുത്തിച്ച് കൊടുക്കാം. നമുക്ക് മൊത്തം മുടി കെട്ടിയിട്ട് കാണട്ടോ. അതാ നമ്മൾ മുടിയൊക്കെ കെട്ടി നമുക്ക് കുറച്ച് നോട്ട്സ് ചെയ്താണ്ട് അപ്പോൾ അതൊക്കെ ഇതാ. അതാ നമ്മൾ മുടിയൊക്കെ കെട്ടി നമുക്ക് കുറച്ച് നോട്ട്സ് ചെയ്താണ്ട് അപ്പോൾ അതൊക്കെ ഇതാ. അപ്പോൾ കൈസ് നമുക്ക് നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല കുറേ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന്, അപ്പോൾ അതാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ സയൻസ് ആട്ടൊക്കെ ചെയ്താൽ അപ്പോൾ ഗൈസ് ഞാൻ ഇനി നോട്ടൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് കേട്ടോ. എന്താട്ടോ നമുക്ക് ചോറ് കഴിക്കാം. പെറ്റൂറ്റാനുണ്ട്, അതുപോലെ ഇതാ മാന്തൾ പൊരിച്ചുണ്ട്, പിന്നെ ഇതാ മത്തി കൊണ്ട് വെച്ചൊരു സ്പെഷ്യൽ ആക്കിയിരുന്നു അതുകൊണ്ട്. അപ്പം ഇനി ചോറൊക്കെ കഴിച്ചിട്ട് കാണാം. നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ മേലെ ഫിലിമൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. ഇപ്പം 4:26 ഞാനിതാ ടി വി കണ്ടു കഴിഞ്ഞതപ്പം ചായ കുടിക്കണം. ചായക്ക് ഇതാ പാൽ ചായയാണ്. ഓക്കെ, പിന്നെ ഈ സംഭവമുണ്ട്, എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. ഹായ് ഗായ്സ്, അപ്പം ഇതാ നമ്മൾ രാത്രിയായി. ഇനി നമുക്ക് പഠിക്കാനുള്ള ടൈമാണ്. 7 മണി to 9 മണിയാണ് നമ്മൾ പഠിക്കുന്ന ടൈം. അപ്പോൾ നമുക്ക് പോയി പഠിച്ചിട്ട്. ഹായ് ഗൈസ്, അപ്പം ഇനി നമ്മൾ പഠിക്കുന്ന ടൈമാണ്. 7 മണി to 9 മണിയാണ് നമ്മൾ പഠിക്കുന്ന ടൈം. അപ്പോൾ ഞാൻ ഇന്ന് പഠിക്കട്ടെ കേട്ടോ. ഇതാ കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്, കുറച്ചും കൂടി SS അതൊക്കെ എഴുതണം. അപ്പം പഠിച്ചിട്ട് വരാം. ഹായ്, അപ്പോൾ നമ്മൾ പഠിപ്പൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതാ 9 മണിയായി. 9 മണിയല്ല, 9:30 ഞാൻ പഠിപ്പ് 3 മണിക്ക് കഴിഞ്ഞു. ഫുഡ് കഴിക്കണം. പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല രാത്രി ഭക്ഷണം കഴിക്കണേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്ക് തന്നെയാണ്, അതിൽ വേറെ സ്പെഷ്യലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ പഠിപ്പൊക്കെ കഴിഞ്ഞു. 9:30 ആയി. 9:30 അല്ല, അപ്പോൾ 10 മണിയൊക്കെ ആയി. 9:45 10 മണി. അപ്പോൾ നമ്മൾ ഈ TV ഒക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ 11 മണിയൊക്കെ ആവും കിടക്കാൻ.
ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ. ബൈ.